അതുപോലെ തന്നെ പറയുന്ന കാര്യമാണല്ലോ ഈ എന്താ പറയാ പ്രോക്രാസ്റ്റിനേഷൻ ആൻസൈറ്റിയുടെ ഒരു വലിയൊരു ഒരു ഭാഗമാണ്. അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോക്രാസ്റ്റിനേഷൻ? അതായത് ഒരു കാര്യം തീരുമാനമെടുക്കാൻ ഇങ്ങനെ തള്ളി മാറ്റി വെക്കുക. അത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് കാറ് വാങ്ങിക്കണം, ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ഒരു കാറ് വാങ്ങിക്കണം. ഒരു ബേസിക് ഒരു കാര്യമാണ്, ട്രാവൽ ചെയ്യാൻ കാറ് വാങ്ങിക്കണം. പക്ഷെ പുള്ളി കാറ് വാങ്ങിക്കാൻ എടുത്ത ഭാര്യ വന്നിട്ട് പറയാം, പുള്ളി ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണ് ഭാര്യ പറയുന്നത്, ഈ പുള്ളി ഒരു കാറ് വാങ്ങിക്കാൻ കഷ്ടമാണ്, ഞങ്ങൾക്ക് അത്ര ഫിനാൻഷ്യൽ ഇഷ്യൂ ഒന്നും ഇല്ല, ഇത്രയും കിടന്ന് ആലോചിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് പകുതി പൈസയുടെ ബാക്കി ലോൺ എടുക്കാം, ലോൺ ആണെങ്കിലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് അടച്ച് തീർക്കാം, അത് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഫിക്സർ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി കാറ് വാങ്ങിക്കാൻ എടുത്ത സമയം 1.5 കൊല്ലമാണ്. അത് പുള്ളിയോട് 1.5 കൊല്ലം എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരു തമ്മിൽ ഇരുന്ന് ആലോചിച്ചു, എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് ആലോചിക്കുന്നു, അങ്ങനെയല്ല. പുള്ളി ഡെയിലി ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പുള്ളിക്ക് ഡെയിലി ആലോചന വരുന്നുണ്ട്, ഡെയിലി യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട്, യൂട്യൂബിൽ പല റിവ്യൂസും വരുന്ന അങ്ങനെ ഇത് വരാറുണ്ടല്ലോ, കാറിനെ കുറിച്ചുള്ള റിവ്യൂസ് വരും. അപ്പം അതിരുന്ന് കാണും, മൾട്ടിപ്പിൾ ടൈംസ് ഇത് കാണും, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും, എഴുതി വെക്കും, ഇന്ന കാറിന് ടാറ്റയുടെ വണ്ടിക്ക് ഇന്ന പ്രശ്നങ്ങൾ, അതിന് സർവീസ് കിട്ടില്ല, ഇത് പുതിയ സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്, ഇങ്ങനെ എഴുതി വെക്കും. അപ്പം ഡെയിലി ബേസിസിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനെക്കാട്ടി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ഇപ്പോൾ പുള്ളിയുടെ വർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പ്രയോറിറ്റി ആവും, മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം പക്ഷേ അല്ലാതെ ഒരു നോർമൽ ഡേ, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തൊരു ദിവസം, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ദിവസം പുള്ളി ഒരു അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി അങ്ങ് ഇരിക്കും. ഇപ്പോൾ പുള്ളി ഈവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചാൽ, പുള്ളി ഒരു സ്ഥലത്ത് പോയി അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും വീഡിയോസും കണ്ടി, അതായത് ഡേറ്റ് എടുക്കാൻ ശ്രമിക്കും, ഒരു പ്രോസ് ആൻഡ് കോൺസ് ആലോചിച്ചുകൊണ്ടേയിരിക്കും, ഇതാണോ അതാണോ. അപ്പം എല്ലാത്തിൻ്റെയും ഒരു പെർഫെക്റ്റ് സാധനം വേണം. അതായത് ഇവരെടുക്കുന്ന തീരുമാനം തെറ്റാൻ പാടില്ല, ഇവർക്ക് തെറ്റുകൾ സംഭവിക്കാം, മിസ്റ്റേക്സിന് സ്പേസ് ഇല്ല. അപ്പോൾ പോയി എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചാൽ അഡ്വാൻസ് തിരിച്ചു വാങ്ങിച്ചു, അങ്ങനെ 2 ഷോറൂമിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ആൻസൈറ്റി, അത് ബേസിക്കലി എടുത്തു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന പ്രശ്നങ്ങളാണ്. എനിക്ക് പുള്ളി ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ കാറിനെ കുറിച്ചുള്ള നോളജ് കിട്ടി, ഞാനിത് കാറ് വാങ്ങിക്കണം എന്നുള്ള ഫുൾ ഐഡിയ എനിക്ക് കിട്ടി. അല്ല, അതാണ് അതിശയം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, പലപ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇത് അങ്ങനെയാണ് എന്ന് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു പ്രോബ്ലമാണ്, ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൂടെ അല്ല നമ്മൾ ഈ ആൾക്കാരെ ഒന്നും കാണുന്നത്. അതൊരു സൊസൈറ്റൽ ഇഷ്യൂ തന്നെയാണ് അല്ലേ? കാരണം നമ്മുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി തന്നെയാണ്. ഒരു നാള് നന്നായി വർക്ക് ചെയ്യുന്നു, നല്ല റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്നതിന് ഗ്ലോറിഫൈഡ് ആവുന്നുണ്ട്, ഭയങ്കര വർക്കഹോളിക്കാ മനുഷ്യൻ. ചില കുട്ടികൾ തന്നെ പറയാം, എൻ്റെ അച്ഛൻ രാവിലെ പോയി രാത്രി വരത്തുള്ളൂ, അത്രയും വർക്കഹോളിക്ക, അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ, അതിനെന്തോ ഒരു പ്രശ്നം ഇല്ലേ, അതങ്ങനെ ആവാൻ പാടില്ലല്ലോ. ഞാൻ ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, 24 മണിക്കൂറിൽ ഒരു സാധാരണ ഒരു മനുഷ്യന് ഇത്രയും സാധനം ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്ക് അത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഒന്നും ആവുന്നില്ല എന്നുള്ള ആദ്യം വന്നുകൊണ്ടിരിക്കുക. അതായത് വേഴ്സ്റ്റ് കേസിന് ഞാനൊന്നും ആവില്ല, എൻ്റെ പുള്ളിക്ക് 30 വയസ്സുണ്ട്, 26 വയസ്സുണ്ട്, എൻ്റെ 30ാമത്തെ വയസ്സിൽ ഇതൊന്നും ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുവാണ്, കൺക്ലൂഷനിലേക്ക് എത്തുവാണ്, ജമ്പ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിസിലാണ് പലപ്പോഴും ഈ ആൻസൈറ്റീനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ വേറൊരു സിനാരിയോ പറഞ്ഞാൽ ഓവറായിട്ട് വർക്ക് ചെയ്യുക, ഓവറായിട്ട് അനാലിസിസ് ചെയ്യുക. ഇപ്പോൾ ഒരു പാല് വാങ്ങിക്കണം, ഒരു കപ്പിൾ വന്നപ്പോൾ പറഞ്ഞ ഒരു പാല് വാങ്ങിക്കണം, സിമ്പിൾ ഒരു കാര്യം. പക്ഷെ ഭാര്യ പറയുന്നത്, എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫ്രിഡ്ജ് തുറന്ന്, അല്ലെങ്കിൽ അവിടുന്ന് പാലിങ്ങനെ പുള്ളിക്കാരിക്ക് എടുത്ത് 4 പാക്കറ്റ് അറിയാലോ, ഒരു 5 പാക്കറ്റ് ഇങ്ങനെ എത്ര ദിവസം പുള്ളിക്കാരിക്ക് കാൽക്കുലേഷൻ ഉണ്ടോ. അപ്പോൾ അതിങ്ങനെ തട്ടുന്നത് കാണുമ്പോൾ, ഇങ്ങനെ ബാസ്ക്കറ്റിലോട്ട് തട്ടുന്നത് കാണുമ്പോൾ ഹസ്ബൻഡിന് പറ്റില്ല. അതിൻ്റെ പേരിൽ വീട്ടിൽ വന്നിട്ട് അത് അങ്ങനെയാണോ, അപ്പുറത്ത് ഓഫർ ഉള്ളതുണ്ടായിരുന്നില്ല, ഇത്ര ശതമാനം ഫാറ്റിൻ്റെ ഫാറ്റ് ഇത്ര % ഇതിൽ കുറവാണ്, അപ്പോൾ അതിന് ഓഫറും കൂടെ ഫാറ്റും, അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ വരാതെ നോക്കാൻ പറ്റില്ല, ലാസ്റ്റ് വണ്ണം കൂടിയിട്ട് എന്നോട് പറയരുത്. ഭാര്യ പറയണ ഒരു 2 കവർ പാലെടുക്കുന്നതിനാണ് ഇത്രയും ഒരു അനാലിസിസ് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ മനസ്സിലപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ഹെൽത്ത് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പൈസയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയില്ലേ ഞാനിതൊക്കെ ചെയ്യുന്നില്ല, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, സെൽഫിഷ്നെസ് അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റാണ്. ഞാൻ ഇടയ്ക്ക് ചില ആൾക്കാരോട് ചോദിക്കും, 2023 ഓഗസ്റ്റ് 22 വൈകിട്ട് 5 മണിക്ക് ഉണ്ടായ ആ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് 45ാമത്തെ വയസ്സിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അത് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, പക്ഷെ നിങ്ങൾ ഓർക്കാൻ പോലും പോകുന്നില്ല ഈ 2 പാക്കറ്റ് പാലിൻ്റെ കാര്യമോ ഇത്ര ശതമാനം ഫാറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ മേജർ ഒരു നല്ല ടൈം അവർ പുറത്ത് പോയാൽ ഫാമിലി ടൈം മൊത്തത്തിൽ അവിടെ നശിക്കും.